ഇനി നോക്ക് നിങ്ങള്, ഇത് ബഹുമാനപ്പെട്ട ഇമാം ഖാളി ഇയാദ് റളിയല്ലാഹുവിന്റെ കിതാബാ. ഖാളി ഇയാദ് റളിയല്ലാഹുവിന്റെ കിതാബാണ്. ഹിജ്റ 476 ജനിച്ച് 544 റളിയല്ലാഹുവിന്റെ. ഇനിയോ, ഇനി നോക്ക് നിങ്ങള്, ഇത് ബഹുമാനപ്പെട്ട ഇമാം ഖാളി ഇയാദ് റളിയല്ലാഹുവിന്റെ കിതാബാ. ഖാളി ഇയാദ് റളിയല്ലാഹുവിന്റെ കിതാബാണ്. ഹിജ്റ 476 ജനിച്ച് 544 വഫാത്തായ, ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് അല്ലെങ്കിൽ 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാന്റെ കിതാബാണ്. ഞാൻ ഓരോ കിതാബ് 1 by 1 കിതാബ് വായിക്കുന്നു. എന്തിനു വേണ്ടി? കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഉസ്താദുമാർ ചതിച്ചതാണോ അല്ല പറ്റിക്കുകയാണോ? ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച കാര്യമാണോ ഞങ്ങൾ പറയുന്നത്? ആരാണ് പറയുന്നത് സത്യം എന്ന് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ കിതാബ് ഞാനിങ്ങനെ വായിക്കുന്നത്. ഖാളി ഇയാദ് റളിയല്ലാഹുവിന്റെ സ്വന്തം കിതാബാ. കിതാബിന്റെ പേരെന്താ? കിതാബു ശിഫ. കിതാബു ശിഫ. ഈ കിതാബിന്റെ 167 പേജ്, 167 പേജ് നോക്ക്. ഇതിൽ കാണാം, ഇമാം ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നാളറ അബൂ ജഅഫർ അമീറുൽ മുഅ്മിനീൻ മാലികൻ ഫീ മസ്ജിദ് റസൂലില്ലാഹ്. ഇമാം മാലിക് തങ്ങളെ കാലഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത്. ഇമാം മാലിക് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട മഹാൻ. ഇമാമുന ഷാഫി തങ്ങളെ ഉസ്താദ്. കിതാബുൽ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം രചിച്ച മഹാനാണ് ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ ഇമാം മാലിക് തങ്ങളെ സംഭവമാണ് ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു കിതാബു ശിഫയിൽ കൊടുക്കുന്നത്. ഇമാം മാലിക് തങ്ങൾക്ക് ഖുർആൻ തിരിഞ്ഞില്ല, ഇമാം മാലിക് തങ്ങൾക്ക് ഹദീസ് തിരിഞ്ഞില്ല, അവർക്ക് തൗഹീദും ശിർക്കും മനസ്സിലായില്ല. ആകെ തൗഹീദും ശിർക്കും തിരിഞ്ഞത് ഈ കേരളത്തിലെ 4 പൊട്ടു മൗലവിമാർക്കാണ്. ഇമാമിങ്ങൾക്കൊന്നും തിരിഞ്ഞില്ല, കിതാബ് എഴുതിയ പണ്ഡിതന്മാർക്കൊന്നും തിരിഞ്ഞില്ല. ആകെ 4 കേരളത്തിൽ നിന്ന് പറയുന്ന ചപ്പടാച്ചി മൗലവിമാർക്കാണ് ഇസ്ലാമും തിരിഞ്ഞതും തൗഹീദും ശിർക്കും തിരിഞ്ഞതും. നിങ്ങൾ ആലോചിച്ചു, ഇവരെ പിന്നാലെ പോകുന്ന കൂട്ടരുണ്ടല്ലോ, ഞാൻ അതാണ് അത്ഭുതപ്പെട്ടു പോകുന്നത്. ഈ ഏണും കോണും തിരിയാത്ത ഈ പടുജാഹിലാകുന്ന ഈ ജാഹിൽ മൗലവിമാരെ പിന്നാലെ പോകാനും ആളുകൾ കിട്ടുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഇമാം മാലിക് തങ്ങൾക്ക് തിരിയാത്ത ദീന്, ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു തിരിയാത്തൊരു ദീന്. നോക്ക് നിങ്ങൾ, മദീനത്തെ പള്ളിയിൽ ഒരു ചർച്ച നടക്കുകയാ. ആര്? ഇമാം മാലിക് തങ്ങളും ആ കാലഘട്ടത്തിലെ രാജാവായിരുന്ന അബൂ ജഅഫർ മൻസൂർ എന്ന് പറയുന്ന രാജാവും. അങ്ങനെ പല ചർച്ചകൾ നടന്ന കൂട്ടത്തിൽ അന്നത്തെ ഭരണാധികാരിയായ അബൂ ജഅഫർ മൻസൂർ മഹാനായ ഇമാം മാലിക് തങ്ങളോട് ചോദിക്കുന്നു, യാ അബാ അബ്ദില്ലാ. മാലിക് ഇമാം തങ്ങൾ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അസ്തഖ്ബിലുൽ ഖിബ്ലത വ അദ്ഉ. ഞാൻ ഇവിടെ ദുആരക്കുമ്പോ ഖിബ്ലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ദുആരക്കണോ, അം അസ്തഖ്ബിലു റസൂലല്ലാഹ്, അല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തേക്ക്, ഖബറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഞാൻ ദുആരക്കണോ, എങ്ങനെ ദുആരക്കണോ എന്ന് ചോദിച്ചു. ആരോട്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട്. രാജാവ് ചോദിച്ചപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താ? തിരിച്ചു ചോദിക്കുകയാ, ലിമ തസ്രിഫു വജ്ഹക അൻഹു. രാജാവേ, നിങ്ങൾ എന്തിനാ റസൂലുള്ളാഹിനെ തൊട്ട് മുഖം തിരിക്കുന്നത്? വഹുവ വസീലതുക്, വഹുവ വസീലതുക്, അദ്ദേഹം നിന്റെ വസീലയാ. വവസീലതു അബീക ആദമ, നിങ്ങളെ ബാപ്പ ആദം നബിയുടെയും വസീലയാ. ബലിസ്തഖ്ബിൽഹു, നീ റസൂലുള്ളാഹി തങ്ങളിലേക്ക് മുന്നിടണം. എന്നിട്ട് ഇമാം മാലിക് തങ്ങൾ പറയുന്നു കേട്ടോ, വസ്തശ്ഫിഉ ബിഹി, അതേ റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് ചോദിച്ചോ, നബിയോട് റെക്കമെൻഡ് ചോദിച്ചോ, നബിയോട് സഹായം ചോദിച്ചോ. റസൂലുള്ളാഹി തങ്ങളെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് സഹായം ചോദിക്കാൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ രാജാവിനോട് നിർദ്ദേശിക്കുന്നു. ചോദിക്കട്ടെ, ഇത് ശിർക്കാണോ? ഇമാം മാലിക് തങ്ങൾക്ക് ഖുർആൻ അറിഞ്ഞുകൂടെയോ?